അപ്പോൾ ഗൈസ് വെൽക്കം ടു അനഘ ക്രാഫ്റ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ജേർണലിംഗ് ആണ് ഗൈസ്. അപ്പോൾ ജേർണലിംഗ് ചെയ്യണതിന് മുമ്പ് ഇത് ഫസ്റ്റ് എൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ ഒക്കെ അടിച്ച് പൊട്ടിക്കണം. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ജേർണലിംഗ് ചെയ്യാൻ. ഇതിനു മുമ്പ് ഞാൻ 5-6 പേജസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബുക്ക്. അപ്പോൾ ഇനി എനിക്ക് ആഗ്രഹമുണ്ട് 2025 ബുള്ളറ്റ് ജേർണൽ ഉണ്ടാക്കാൻ. അപ്പം അത് നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരു A4 ഷീറ്റ് എടുക്കുക, എന്നിട്ട് നമ്മുടെ ഡിസൈനൊക്കെ വരച്ച് വെക്കുക. നിങ്ങളുടെ ഇഷ്ടം ഡിസൈൻ. ഞാനിപ്പോൾ ഈ ഒരു ഡിസൈൻ മാത്രം, ക്രിസ്മസ് തീമുള്ള ഡിസൈൻ അത് മതി. ഞാനിപ്പോൾ ഈസിന് വേണ്ടി ഇതൊന്നും ചെയ്തു. പിന്നെ എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ജാർ എടുക്കുക, അതിൻ്റെ ബോട്ടം വശത്ത് ഇങ്ങനെ ഒരു സർക്കിള് റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ഒട്ടിക്കണം. അപ്പം ഒട്ടിക്കാൻ പോവാണ്ട്. അയ്യോ എന്നത്ത് ഗൈസ്, എൻ്റെ തൊണ്ട ഭയങ്കര കിച്ചായിട്ടുണ്ട്. കിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര കിച്ചാണ്. അപ്പോൾ എനിക്ക് ശരി തൊണ്ട അടപ്പാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വോയിസ് ശ്രദ്ധിക്കും. ചിലപ്പോൾ വോയിസ് കൊളാവാറുണ്ട്. അപ്പം ഞാൻ ഗമ്മ് തേക്കാണ്. എനിക്ക് ഗമ്മ് തേക്കാൻ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത്. ബിക്കോസ് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് ഗ്ലൂ സ്റ്റിക്ക് ചെയ്യാൻ അത്ര ഇഷ്ടമല്ല. പക്ഷെ ഗ്ലൂ ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ കയ്യിൽ മറ്റേ ഗ്ലൂ ഇല്ല, ഗ്ലൂ സ്റ്റിക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ എന്താ പറയുക, ഒട്ടിച്ചപ്പോൾ എനിക്ക് ഒരു ഇത് കിട്ടിയില്ല ഗൈസ്. എന്താ പറയുക, എല്ലാ കോളം ഒട്ടിച്ച് ഇച്ചിരി ഇതായിപ്പോയി, കൊളാന്നല്ല. ഇങ്ങനെ കാണുമ്പോൾ അത് കുഴപ്പമില്ല, പക്ഷെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഭയങ്കര ഇച്ചിരി കൊളായിപ്പോയി. സൈഡിട്ടൊക്കെ ഒട്ടിച്ച പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അതെടുത്തിട്ട് ഗ്ലൂ സ്റ്റിക്കിൻ്റെ ഇതാണ് ഗൈസ്, ഗ്ലൂ സ്റ്റിക്കിൻ്റെ ഒരു ഗുണമാണ് നമുക്ക് വീണ്ടും ഇങ്ങനെ പറിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും പറിച്ചിട്ട് ചെയ്തപ്പോൾ ഒരു ചുളിവുണ്ടായി. അപ്പോൾ ഞാൻ ഫുള്ള് പറിച്ചിട്ടാണ് പിന്നെ ചെയ്തത്. അപ്പോൾ എനിക്കൊരു സമാധാനം തോന്നി. അപ്പോൾ ഇനി ഞാൻ ഒരു എന്താ പറയുക, നമ്മുടെ സ്കെച്ചോ അല്ലെങ്കിൽ പെന്നോ ഏതെങ്കിലും ഒരു ഇതെടുക്കുക. എന്നിട്ട് എന്താ പറയുക, ഒരു എന്താ പറയുക എന്നിട്ട് മെറി ക്രിസ്മസ് എന്ന് അയച്ചു നോക്കാം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എനിക്ക് എന്താ പറയണതെന്ന് കിട്ടണില്ല. ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കിട്ടണില്ല വേർഡ്സ് ഒന്നും. അപ്പോൾ ഞാൻ പറയണ പോലെ എന്താ പറയുക, മെരി ക്രിസ്മസ് എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിന് എന്താ പറയുക ഇതുണ്ടാവും, നോയ്സസ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സസ്. ബിക്കോസ് ഇവിടെ ഭയങ്കര ഇതാണ്. ഞാനിപ്പോൾ വേറൊരു സ്ഥലത്താണ്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ മെരി ക്രിസ്മസ് എന്ന് എഴുതാണ്. എനിക്ക് ഇങ്ങനെ നല്ല സ്റ്റൈലാക്കിയിട്ടൊന്നും എഴുതാൻ അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് നിങ്ങൾക്ക് സ്റ്റൈലായിട്ട് എഴുതാൻ, ഇപ്പം എത്ര സ്റ്റൈൽ എന്ന് പറയണേ, അങ്ങനെ എഴുതാൻ അറിയുകയാണെങ്കിൽ എഴുതിക്കോ. എനിക്കങ്ങനെ എഴുതാൻ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതാട്ടത്. നിങ്ങൾക്ക് അത് കൊള്ളാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു ജിഞ്ചർ ബ്രെഡ് മാനെയാണ് ചെയ്യാൻ നോക്കണത്. എനിക്കറിയാം ഞാൻ എന്നാ ഇപ്പം തന്നെ ചെയ്യണത്. അപ്പം ഞാനൊരു ജിഞ്ചർ ബ്രെഡ് മാനെയാണ് വരയ്ക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്കെച്ച് എടുത്തപ്പോൾ തന്നെ താഴെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കളി വന്നു. ഞാൻ എന്നാ ഈ പേപ്പർ മുറിച്ചതിൻ്റെ
ഇതിൽ ഞാൻ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ഗൈസ് എനിക്ക് വർക്ക് കിട്ടില്ല. ബാക്കി പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാദ്യം ജിഞ്ചർ ബ്രെഡ് വരയ്ക്കാൻ നോക്കി, പിന്നെ നടന്നില്ല. ഫസ്റ്റ് ജിഞ്ചർ ബ്രെഡ് കാണുന്നതല്ല കേട്ടോ ഞാൻ അവസാനം വരച്ചത്. ഒരു തൃപ്തി കിട്ടിയില്ല. നമ്മൾ ചെയ്യുമ്പോൾ ഒരു തൃപ്തി കിട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഇതെടുത്തിട്ടാട്ടോ ചെയ്തത്. എന്താ പറയുക, മൊബൈലിൽ നിന്ന് ട്രേസ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എന്താ പറയുക, ഒരു ജിഞ്ചർ ബ്രെഡ് മാൻ ടീമിലാണ് ഞാൻ ജിഞ്ചർ ബ്രെഡ് ടീമല്ല, ഒരു 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 ഇതാണ്. എനിക്ക് ഈ വാക്കുകൾ കിട്ടണില്ല, എനിക്ക് ദേഷ്യം വരുവാണ് വാക്കുകൾ കിട്ടാത്തപ്പോൾ. അപ്പോൾ ഞാൻ ജിഞ്ചർ ബ്രെഡ് മാനെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ക്രിസ്മസ് ട്രീ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഡിസംബർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡിസംബറിൽ ഞാൻ എഴുതാൻ മറന്നുപോയി. ലാസ്റ്റാണ് അത് കണ്ടത്. പിന്നെ അത് മാറ്റാനും നിന്നില്ല, ബിക്കോസ് അവിടെ സ്പേസ് ഇല്ലായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇടാൻ മറന്നുപോയെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഒട്ടിച്ചിട്ടില്ലെന്ന് പോവാണ് ഗൈസ്. ഞാൻ ജിഞ്ചർ ബ്രെഡ് മാനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു ഇത്ര പെട്ടെന്ന് ഞാൻ ഗ്ലൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഡിസംബർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഇതിൽ വരച്ചിട്ടാണ് എടുത്തത്. അപ്പം അത് ചെയ്തു. പിന്നെ എന്താ പറയുക, ജിഞ്ചർ ബ്രെഡ് മാനെയും പിന്നെ എന്താ പറയുക ക്രിസ്മസ് ട്രീനെയും ഞാൻ ക്രിസ്മസ് ട്രീയും ട്രേസ് എടുത്താണ് വാങ്ങിച്ചത്. ബിക്കോസ് എനിക്ക് ക്രിസ്മസ് ട്രീ അത് നന്നായിട്ടിങ്ങനെ വരയ്ക്കാൻ അറിയത്തില്ല, സത്യമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചിലപ്പോൾ വാക്കുകൾ കിട്ടത്തില്ല. ഞാനിപ്പോൾ എത്ര പ്രാവശ്യം വാക്കുകൾ കിട്ടണില്ല എന്ന് പറയുന്നത്. എനിക്ക് അതുകൊണ്ട് അത്ര എനിക്ക് കിട്ടണില്ല. എന്ത് സംസാരിക്കുമെന്ന് തന്നെ ഇരിക്കുവാണ് ഗൈസ്. അപ്പം ഇനിയാണ് ഗൈസ് ഇനി നമ്മൾ ക്രിസ്മസ് ട്രീ ഒരു ഇതാണ്. എന്താ പറയുക, കണ്ടോ ഞാൻ എന്തോ വരയ്ക്കാൻ നിന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജിഞ്ചർ ബ്രെഡ് മാനെ ചെയ്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തെടുത്ത് ഒട്ടിക്കാൻ പോവാണ്. അപ്പം ഇനി എന്ത് ചെയ്യും, ഞാൻ എന്ത് പറയും, എനിക്കൊരു ഐഡിയയുമില്ല. ഐഡിയ എന്ന് വെച്ചാൽ ഒട്ടും ഐഡിയ ഇല്ല. ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര പാടാണ്. ഇങ്ങനെ ക്യാമറയിൽ നോക്കി സംസാരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല, ബിക്കോസ് നമ്മൾ ഇങ്ങനെ ചെയ്യുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ടൈം നോക്കണം നമ്മൾ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഇതാണ് കേസ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വോയിസ് ഓവർ ചെയ്യാൻ. ചിലവർക്ക് വേർഡൊക്കെ നിന്നിട്ട് ഇങ്ങനെ നേരത്തെ ആലോചിച്ച് വെച്ചേക്കുന്നവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷേ പെട്ടെന്ന് വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഒരു പാടുണ്ടാവും. അത് എല്ലാവർക്കും സ്വാഭാവികം. അത് തന്നെ അതായിരിക്കും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാണ്. ഞാനിത് കട്ട് ചെയ്യാൻ മീൻസ് വീഡിയോ കട്ട് ചെയ്യാൻ മറന്നുപോയി ചിലതൊക്കെ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ക്ഷമിക്കണം. ഇനി ഉടനെ നാളെ കഴിഞ്ഞു ഞാൻ പറഞ്ഞതാണ്, എന്നാലും ഓർപ്പിക്കാം, 2025 ബുള്ളറ്റ് ജേണൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂണായിട്ടിരിക്കണം. അപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്ത് ജിഞ്ചർ ബ്രെഡ് മാനെയാണ് കട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. എനിക്ക് ജിഞ്ചർ ബ്രെഡ് മാനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗൈസ്. എനിക്ക് മൈ ഫേവറേറ്റായി. എനിക്ക് ഈ ജേണലിൽ സെക്കൻഡ് ഫേവറേറ്റാണ് ഈ ഒരു മെറി ക്രിസ്മസിൻ്റെ. ഞാൻ ഒരു വീഡിയോ ചെയ്യാം എൻ്റെ എനിക്ക് അങ്ങനെ ഇതൊന്നുമില്ല, ചാനലിൽ അങ്ങനെ അത്ര ഒന്നുമില്ല ഗൈസ്. ഞാൻ ആകെ 5-6 പേജസ് ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ ഓണത്തിൻ്റെ അന്ന് തുടങ്ങിയതാണ് ജേണലിൽ. ഓണത്തിൻ്റെ പിറ്റേ ദിവസം.
അതാണ് ജേർണലിങ്. അപ്പം അന്നാണ് തുടങ്ങിയത്. പക്ഷേ ഇന്നും ആയിട്ട് 5-6 പേജസൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ലാസ്റ്റത്തെ പോയിൻ്റ് ആവാറായി. അപ്പോൾ ഞാൻ ജിഞ്ചർ ബ്രെഡ് മാനെ വരച്ചില്ല, ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ ബൈ.